ഇവിടെ നമ്മൾ സെലോ ടാപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച ശേഷം ഇത് ഈ ബ്ലേഡിന്മേൽ കൊണ്ടുപോയിട്ട് ഒന്നങ്ങോട്ട് താഴ്ത്തി അത് ആ പീസ് നമുക്ക് നല്ല സിമ്പിളായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടാപ്പ് ഡിസ്പെൻസറാണ്. അതായത് ഒരു സെലോ ടാപ്പ് ഡിസ്പെൻസറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കാർഡ്ബോർഡാണ്. ഇപ്പം നമ്മളിവിടെ അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മളെടുത്ത കാർഡ്ബോർഡിൽ നമ്മളെ സെലോ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം അതിലൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ വരഞ്ഞെടുത്തതാണ് നിങ്ങളിപ്പം കാണുന്നത്. അതിനുശേഷം സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്കൊരു 6 സെൻറ്റിമീറ്റർ വീഡിയോയിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്യാം. ശേഷം താഴോട്ടും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു സർക്കിളിൻ്റെ തുടക്കത്തിൽ നിന്ന് നമുക്കൊരു കർവ് വരച്ചു കൊടുക്കാം. പിന്നെ ആ കർവിൻ്റെ അറ്റത്ത് നമുക്കൊരു സ്ലോപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അതിൻ്റെ എഡ്ജൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വരണം. അപ്പോൾ നമ്മുടെ ആ ഒരു സർക്കിളിലൊക്കെ നമ്മൾ ഡോട്ട് ഇട്ട ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈക്വലായിട്ടുള്ള ലെങ്ത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ റൗണ്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് ഒരു വര ഇട്ട് കൊടുക്കണം. ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. നമ്മളിത് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്റിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് 2 വര ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 വര നമ്മൾ ആ പോയിൻ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ സ്കെയിൽ വെച്ച് ആ 2 വരയും നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ 2 കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ നമ്മളെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ 2 കാർഡ്ബോർഡിൻ്റെ നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു പീസ് നമുക്ക് അതിൽ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ മുകളിൽ നമ്മളെടുത്ത ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ 2 സൈഡിലും നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും നമുക്ക് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും സംഭവം അവിടെ സെറ്റായി നിൽക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ആ ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ 2 സൈഡിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസും കൂടി എടുത്ത ശേഷം നമ്മുടെ ആ ഒരു ഡിസ്പെൻസർ മെഷീൻ്റെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നോക്കി ഫ്രണ്ടിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരു പുതിയ കാർഡ്ബോർഡ് എടുത്ത ശേഷം അതിൽ നമ്മുടെ സെലോ ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3 സർക്കിൾ നമ്മൾ അതിനെ കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 സർക്കിളും നമ്മൾ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മൾ 3 സർക്കിളും നമ്മൾ കട്ട് ചെയ്തെടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ ഒരു സെലോ ടാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ 3 സർക്കിളും ഒരുമിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ചെറിയൊരു ഹോൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇർക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് പുറത്തേക്ക് എടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ 2 സൈഡിലും നമുക്ക് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മളതവിടെ നല്ല സെറ്റായി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസാണ്. അതിൻ്റെ മുകളിൽ നമ്മളെടുത്ത ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ചുറ്റിയെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ടാപ്പ് കട്ട് ചെയ്യുന്ന ഭാഗത്തിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിട്ട ഒരു സ്ലോപ്പിൻ്റെ മുകളിലായി നമ്മളിപ്പോൾ സെലോ ടാപ്പ് ചുറ്റിയ ആ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമുക്കതോടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു ബ്ലേഡാണ്. ഇതിപ്പോൾ നമ്മളൊരു പുതിയ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ബ്ലേഡ് ഇങ്ങനെ പിടിച്ചിട്ട് 2 കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത ശേഷം അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലെ ഭാഗം നമുക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. നമ്മൾ സെലോ ടാപ്പ് ചുറ്റിയെടുത്ത ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചതിന് തൊട്ട് താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബ്ലേഡ് നമ്മളവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് അതൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അവിടെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മളിങ്ങനെ A4ൻ്റെ പീസിൽ ഇങ്ങനെ ടാപ്പ് ഡിസ്പെൻസർ എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറച്ച് ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഉണ്ടാക്കിയ ഡിസ്പെൻസർ മെഷീൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതോടെ നമ്മൾ ഡിസ്പെൻസർ മെഷീൻ്റെ മേക്കിംഗ് പ്രൊസീജിയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വർക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ സെലോ ടാപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച ശേഷം ഈ ബ്ലേഡിന്മേൽ കൊണ്ടുപോയിട്ട് ഒന്നങ്ങോട്ട് താഴ്ത്തി അത്
ആ പീസ് നമുക്ക് നല്ല സിമ്പിളായിട്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സിനാനാവള. ബൈ.